الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي قال لوالديه أف لكما أتعدانني أن نخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും കാത്തു സൂക്ഷിക്കുവാൻ നാം ബദ്ധശ്രദ്ധരാവുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി റബ്ബ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അളവറ്റ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് വിധാനിച്ചു തന്നു എന്ന് നാം തിരിച്ചറിയുന്നു. ഓരോ നിമിഷവും അതിൻ്റെ ഭാഗമാണ്. ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മുഖങ്ങളും അതിൻ്റെ ഭാഗമാണ്. യാത്രകൾ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ മക്കൾക്കൊക്കെ ഏകദേശം ഒഴിവ് സമയം കൂടിയാണ്. ചിലർക്കൊക്കെ, എല്ലാവർക്കുമല്ല. മക്കളും ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ അത് നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. അൽമാൽ വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കൾ, സമ്പത്ത് ദുനിയാവിൻ്റെ അലങ്കാരമാണ്, ദുനിയാവിൻ്റെ സൗന്ദര്യമാണ്. അതുകൊണ്ട് തന്നെ ആ മക്കളോട് നമുക്ക് വലിയ കടപ്പാടുകളും ബാധ്യതകളും ഉണ്ട് എന്ന് ദീന് നമ്മളോട് പറയുന്നുണ്ട്. ആ മക്കളെ നമ്മൾ സ്നേഹിക്കണം. അത് ജീവിതം കൊണ്ട് വരച്ച് കാണിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖബ്ബലൻ നബിയ്യു ഹസൻ ബിൻ അലി. ഹസൻ ബിൻ അലിയെ അഥവാ ഫാത്തിമയുടെ മകളെ, പേരക്കിടാവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ വെച്ചു. വകാന ഇൻദഹു, അവിടെ ഉണ്ടായിരുന്നു അഖ്റഅ ബിൻ ഹാബിസ് ഉണ്ടായിരുന്നു. അഹദു റുഅസാഇ ബനി തമീം. അദ്ദേഹം തമീം ഗോത്രത്തിലെ നേതാക്കളിൽപ്പെട്ട ഒരാളാണ്, വലിയ ആളാണ്. അത്ഭുതത്തോടു കൂടി അയാൾ പറഞ്ഞു അത്രേ, ഖാല ഇന്നലി അശ്റതം മിനൽ വലദ്. എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദാ. ഒരു കുട്ടിയെ പോലും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല. നിങ്ങൾ പ്രവാചകനാണ്, വഹി വരുന്ന മനുഷ്യൻ, നിങ്ങളിങ്ങനെ മക്കളെ ഉമ്മ വെക്കുമോ എന്ന് അയാൾ അത്ഭുതം കൂറിയിട്ടാണ് ചോദിച്ചത്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കേട്ടപ്പോൾ ഒരു മറുപടി വന്നു. മൻ ലാ യർഹം വലാ യുർഹം.
മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവരോട് ഒരാളും കരുണ കാണിക്കുകയില്ല. ഇതിലെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. കരുണയും സ്നേഹവും മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അവരെ പരിഗണിക്കുക, അവരെ കൂടെ കൊണ്ട് നടത്തുക, അവരോട് സ്നേഹം ചൊരിയുക. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ മക്കളാണ്. അവർ നടന്നു വരുന്നുണ്ട്. റസൂലുള്ള മിമ്പറിൽ ഖുത്ബ നടത്തുന്നുണ്ട്. സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ച സംഭവമാണ്. മിമ്പറിൽ പ്രവാചകൻ ഖുത്ബ നടത്തുക. അപ്പം ആ സമയത്ത് ഈ മക്കൾ ഇങ്ങനെ വരുമ്പോൾ അവർ വീഴുന്നു, പിന്നെ എഴുന്നേറ്റ് നടക്കുന്നു. അത്രേ അവർക്ക് പ്രായമായിട്ടുള്ളൂ എന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി എന്ന് കാണും. മക്കളെ ഒരു മൂലയിലേക്ക് പിടിച്ചിരുത്തി വീണ്ടും മിമ്പറയിൽ കയറി. എന്നിട്ട് പറഞ്ഞു, ഖദ് സദഖല്ലാഹ്, അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് പരീക്ഷണമാണ്, നിങ്ങളെ സമ്പത്ത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഞാൻ ഖുത്ബ നടത്തുമ്പോ ഈ മക്കൾ നടന്നു വരുന്നത് കണ്ടു. അവര് വീഴുന്നു, ഇടക്കിടക്ക് വീണ് എഴുന്നേൽക്കുന്നു. യഖൂമാനി സുമ്മ യഅസുറാനി സുമ്മ യഅസുറാനി സുമ്മ യഖൂമാനി. അത് കണ്ടപ്പോ പിതാമഹൻ എന്ന നിലയിൽ നബിക്ക് സഹിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി വന്നു, ഈ മക്കളെ വാരിയെടുത്തു. വലിയൊരു പാഠം അത് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. മക്കൾക്ക് കൊടുക്കേണ്ട സംസ്കാരം, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം. മുറു ഔലാദക്കും, നിങ്ങളെ മക്കളോട് നിങ്ങൾ കൽപ്പിക്കണം ബിസ്വലാ, നമസ്കാരം കൊണ്ട്. അവർക്ക് 7 വയസ്സായാൽ, ചില നമ്മൾ കേൾക്കുന്നതാണെന്ന്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. 7 വയസ്സായാൽ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അതിന്റെ പേരിൽ അവരെ അടിക്കണം. അവർക്ക് 10 വയസ്സായാൽ മാത്രല്ല, അവിടെ നിർത്തണ്ട, ഹദീസ് തുടരുകയാണ്. 10 വയസ്സായാൽ മക്കളുടെ കിടപ്പറകളിൽ നിങ്ങൾ വേർപ്പെടുത്തി കിടത്തുക, ഒന്നിച്ച് കിടത്തരുത് എന്നാണ്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് വായിക്കുമ്പോൾ, പുതിയ കാലത്ത് നമ്മൾ ഇഷ്ടപ്പെടാത്ത അനേകം കാര്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് തല താഴ്ത്തി നടക്കാൻ വിധിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട് കുടുംബത്തിന്റെ ഉള്ളറകളിലെ നിഗൂഢമായ രഹസ്യങ്ങൾ മൂടിവെക്കുന്ന പുതിയ കാലത്ത് ഈ വാക്കിന് വലിയ കനമുണ്ട്. കടപ്പറകളിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേർപ്പെടുത്തി കിടത്തുക. 10 വയസ്സായാൽ. അപ്പൊ കൂടെ മക്കൾ ഉണ്ടാകുന്നു എന്നാണ്. സുബൈക്ക് ബാപ്പ പോരുകയാണ്, മകനെ കൂടെ കൊണ്ടുവരുന്നു എന്നാണ്. അപ്പോഴാണത് ദീന് അർത്ഥപൂർണമായി മാറുന്നുള്ളൂ. ഓനവിടെ ഉറങ്ങിക്കോട്ടെ, ഓന് കുറെ എഴുതാണ്ട് കുറെ പഠിക്കാണ്ട്, അങ്ങനെ നമ്മൾ ചിന്തിച്ചതാണ് നമ്മളിപ്പോ ചിലപ്പോൾ അന്തം വിട്ട് നോക്കുന്നത്. പിടിച്ചോടത്തൊന്നും അവരെ കിട്ടാതെ പോയി, ഏതോ ലോകത്ത് അവരെത്തിപ്പോയി, എന്തൊക്കെയോ അവർ ചോദിക്കാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആനിലെ അഹ്ഖാഫ് സൂറത്തിലെ 17-ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലക്കുമാ. ഒരു മാതാപിതാക്കളോട് ഒരുത്തൻ പറഞ്ഞു, ഒരു മകൻ, ഉഫ്ഫിൽ ലക്കുമാ, അങ്ങക്ക് രണ്ടാൾക്കും നാശം, നിങ്ങളിങ്ങനെ തന്തവൈബായി മാറിപ്പോയി. അത്തഇദാനിനി അൻ ഉഖ്റജ്, നിങ്ങൾ എന്നെ മുന്നറിയിപ്പ് നൽകുകയോ, അൻ ഉഖ്റജ്, ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്, മരിച്ചിട്ട് വീണ്ടും ജീവിപ്പിക്കും, വീണ്ടും ഖബറിൽ നിന്നിങ്ങനെ എണീറ്റ് വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുവോ? എന്ത് വിഡിത്തം! വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് എത്ര തലമുറകൾ ഇവിടെ കടന്നുപോയി. അസ്ഥിപഞ്ജരങ്ങളായിട്ട് എത്ര ആളുകൾ മാറിപ്പോയി. അവർക്കൊക്കെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്നാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? അമ്മയും ബാപ്പയും ദീനിന്റെ സംസ്കാരത്തിൽ വളർന്ന അമ്മയും ബാപ്പിയ. അവർ കരഞ്ഞുപോയി. അവർ രണ്ടുപേരും അല്ലാഹുവിനോട് സഹായം തേടി. സങ്കടം കൊണ്ട് അവർ പറഞ്ഞുപോയി, വൈലക ആമീൻ, മോനെ നിനക്ക് നാശം. എന്ത് വർത്താനാണ് നീ ഞങ്ങളോട് പറയുന്നത്? പ്രവാചകന്മാർ പഠിപ്പിച്ച, അല്ലാഹു പഠിപ്പിച്ച, ദീന് പഠിപ്പിച്ച ഈ തണലിൽ വളർന്ന നീ എന്ത് വർത്താനായി പറയുന്നത്? ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഫയഖൂലു, അപ്പോൾ ആ മകൻ പറഞ്ഞു, മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ,
ഇത് പൂർവീകർ പറഞ്ഞ കെട്ടുകഥയല്ലാതെ മറ്റൊന്നുമല്ല. സൂറത്ത് അഹ്ഖാഫിലെ 17-ാമത്തെ ആയത്തും അതിന്റെ വ്യാഖ്യാനവും വായിക്കുമ്പോൾ ഇന്നിന്റെ കാലത്തിന്റെ ചുവരെഴുത്ത് പോലെ അത് അനുഭവപ്പെടുന്നുണ്ട്. മക്കളെ നമ്മൾ എന്ത് ചെയ്തു, എന്ത് കൊടുത്തു, അവർക്ക് എന്ത് കൾച്ചർ കൊടുത്തു, എന്ത് സംസ്കാരം കൊടുത്തു, അവരുടെ കൂട്ടുകെട്ടിനെ പറ്റി നമ്മൾ എന്ത് മനസ്സിലാക്കി, അവർ പഠിക്കുന്ന സ്ഥാപനത്തെ പറ്റി നമുക്ക് എന്ത് വിലയിരുത്തൽ. ഏതോ നാട്ടിൽ അവർ പോയി, പിന്നെ അവർ വരുന്ന കൾച്ചറും അവർ വരുന്ന സംസ്കാരവും. അവിടെ ഈ മക്കളെ കൂടെ നടത്തണം, കൂടെ ഇരുത്തണം, കൂടെ കൊണ്ടുപോകണം, സ്നേഹിക്കണം. വിശാലമായ തരത്തിൽ ഇങ്ങനെ പറയാ, അവരോട് കൂടിയാലോചന നടത്തണം. ഖുർആൻ പറയാ. ചില വാപ്പാരൊന്നും മക്കളോട് പറയില്ല, അതൊന്നും ദീനിന്റെ ഭാഗമല്ല, അത് ബാപ്പയുടെ ചില ഈഗോ മാത്രമാണ്. ഒരു ബാപ്പ മകനെ ഇറക്കുന്ന കഥ പറഞ്ഞല്ലോ ഖുർആൻ. അള്ളാഹ് കൽപ്പിച്ചു വാപ്പയോട്, നീ നിന്റെ മോനെ ഇറക്കുക. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ അള്ളാഹു ദാനം നൽകിയ പ്രിയപ്പെട്ട ഇസ്മാഈലിനെ ഇറക്കാൻ ബാപ്പയായ ഇബ്രാഹിമിനോട് പറയുന്നത് ഖുർആനിലുണ്ട്. അയാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ ഇറക്കണമെന്ന് ഞാൻ കിനാവിൽ അല്ലാഹ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. നിന്റെ അഭിപ്രായം എന്താണ്? പാടാണ് നമുക്കത്. നിന്റെ അഭിപ്രായം എന്താണ്? മകനോട് അഭിപ്രായം ചോദിക്കുക, മക്കളോട് അഭിപ്രായം ചോദിക്കണം. അത് തിരിച്ചു അങ്ങനെയാണ്. വാർദ്ധക്യത്തിൽ ഉമ്മയും ബാപ്പിയായാല് മക്കൾ അവരോട് അഭിപ്രായം ചോദിക്കണം. ഒരു കുടുംബത്തിന്റെ ആരോഗ്യകരമായ സ്നേഹബന്ധത്തിന് പരസ്പരമുള്ള അഭിപ്രായ അന്വേഷണങ്ങളും ചർച്ചകളും അനിവാര്യമാണ്. ആരും ആരോടൊന്നും മുണ്ടൂല. സ്വന്തം ഒരു തീരുമാനം ബാപ്പ എടുത്തു, എന്നിട്ട് ബാപ്പ അത് മനസ്സിൽ വെച്ച് അങ്ങനെ നടന്നു. കുട്ടികളൊന്നും അത് അറിഞ്ഞില്ല. അത് കലഹങ്ങൾക്കും വൈരങ്ങൾക്കും പിന്നെ തീർത്താൽ തീരാത്ത ഖേദങ്ങൾക്കും കാരണമാകുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് ഇബ്രാഹിം എന്ന ബാപ്പ ഇസ്മായിൽ എന്ന കുട്ടിയോട് പറയാ, മോനെ, അള്ളാഹു എന്നോട് സ്വപ്നം കാണിച്ചു തരുന്നു, നിന്നെ അറക്കാനാണ്. ഇനി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. എന്താണ് നിന്റെ അഭിപ്രായം? അപ്പൊ മോൻ പറയുന്ന മറുപടി, ഇത് മറ്റൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോവല്ല, പാടാണ്. ചർച്ചകൾ വളരെ പ്രധാനമാണ്. ഈ ഓതി ആയത്തിൽ തന്നെ പറയുന്നതാണ്, മക്കൾ ദുനിയാവിൽ ചില കാര്യങ്ങൾക്ക് നമ്മളോട് എതിർത്ത് പറയുമ്പോഴുള്ള വിഷമം എന്തായിരിക്കും? നിങ്ങൾ ഇന്ന കോഴ്സിന് പഠിപ്പിച്ചതാണ് എൻ്റെ പ്രശ്നം, അതുകൊണ്ട് ഞാൻ ഒന്നും ആയില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ തിരഞ്ഞെടുത്ത കോഴ്സ് അത് വളരെ പ്രധാനമായിരുന്നു. എത്ര വാപ്പാരത് കേൾക്കുന്നു, എത്ര ഉമ്മാരത് കേൾക്കുന്നു. ദുനിയാവിൽ നമ്മൾ പകച്ചു പോകുന്നു, നമ്മൾ തകർന്നു പോകുന്നു ചില സന്ദർഭങ്ങളിൽ. അവിടെയാണ് ഇത് പരലോകത്തിന്റെ കാര്യത്തിലാകുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. മക്കൾ ചോദിക്കത്ര പരലോകത്ത്, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്ന് വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നുമുള്ള ഞങ്ങളെ വഴിപഴപ്പിച്ച 2 കൂട്ടരുണ്ട്. ആ 2 വിഭാഗത്തിലും അവരൊന്ന് കാണിച്ചു തരുമോ റബ്ബേ? എന്തിനാ? നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിലിട്ടവരെ ചവിട്ടിയരക്കണം. ലിയകൂനാ മിനൽ അസ്ഫലീൻ, അവർ ഏറ്റവും താഴ്ന്ന പടിയിൽ, ഏറ്റവും അങ്ങേയറ്റത്തെ ആ പതിതമായ അവസ്ഥയിൽ ഞങ്ങൾക്ക് അവരാക്കണം. ഫുസ്സിലത്ത് സൂറത്തിൽ അല്ലാഹ് പറയാം. അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ദുനിയാവിൽ എത്രയോ അനുഭവങ്ങളില്ലേ മാതാപിതാക്കൾക്ക്, പിന്നെ പരലോകത്തിന്റെ ആ അവസ്ഥയിൽ ആര് ശങ്കിക്കണം? അതുകൊണ്ടാണ് കൂടെ നടത്തണം. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ. മക്കളെ, കുടുംബത്തെ, നിങ്ങളെ ശരീരത്തെ നരകത്തുനിന്ന് കാക്കണം. പോരാ, നിങ്ങളെ കുടുംബാംഗങ്ങളുടെ ശരീരത്തെയും നരകത്തുനിന്ന് കാക്കണം. അഹ്ലിനെ കാക്കണം. അതിനുവേണ്ടി പണിയെടുക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മാതാപിതാക്കളോടുള്ള കൽപ്പന എന്താണ്? സക്കരിയ നബിയുടെ ദുആ കാണാൻ ഖുർആനിൽ, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. പഠിച്ചോനെ, നല്ല കുട്ടീനെ എനിക്ക് തരണം. ഏത് കാലത്താ പറയണമെന്ന് ആലോചിക്കണം. ദുർബലമായ ആയുസ്സിന്റെ കാലത്ത്, വാർദ്ധക്യം ചോദ്യം വരച്ച കാലത്ത്, പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി വന്ന കാലത്ത്, എന്റെ ഭാര്യ വന്ധിയാണ് റബ്ബേ എന്ന് ആ ബാപ്പയായ സക്കരിയ പറഞ്ഞ കാലത്ത്, അപ്പോഴും മോഹത്തിൽ പറഞ്ഞ വാക്ക് ദുർരിയതൻ ത്വയ്യിബ,
എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടായിട്ട് ഞാൻ ആ കുട്ടിനെ നല്ല നോക്കും നല്ല പറയണത്, നല്ല കുട്ടീനെ എനിക്ക് തരണം റബ്ബേ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബിയുടെ ദുആയിലും അത് കാണാം. കുട്ടികൾ നന്നാകണം. ദുനിയാവിലെ ആഖിറത്തിൽ അത് മനുഷ്യന് ആവശ്യമാണ്. അതില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് സ്വസ്ഥത? കണ്ണുനീരല്ലാതെ മറ്റെന്ത്? ഭീതിയല്ലാതെ മറ്റെന്ത്? ചില വീടുകളിൽ അസ്വസ്ഥതയുണ്ടോ? മക്കളെ സ്വഭാവം കാരണം ആകെ അസ്വസ്ഥമാണ് ചില വീടുകൾ. പുറത്ത് പറയാൻ നാണമാണ്. എങ്ങനെ പറയും? ആളറിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിന്? പേരും പെരുമയും മെച്ചപ്പെട്ട തറവാട്ടിലൊക്കെ പറന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്ത് പറയും? അങ്ങനെ മൂടി വെക്കപ്പെട്ട എത്ര കുടുംബങ്ങൾ ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യേണ്ടത് വേണം. ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയുടെ ദുആയുണ്ട് ഖുർആനിൽ. പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ദുആ. ഒരു കുട്ടിനെ ചോദിച്ചു കുറെ കാലം കരഞ്ഞ ബാപ്പയുടെ ദുആ കൊടുത്തപ്പോ അള്ളാഹു ഒന്നിച്ച് കുറെ മക്കളെ അങ്ങോട്ട് കൊടുത്തു. വഹബിനാന ഖുർആൻ പ്രയോഗിച്ചത്. നാഫില എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുത്തതിനെ കുറിച്ച്. ഒരു കുട്ടീനെ ചോദിച്ചപ്പോ ഇസ്മായിലിനെ കൊടുത്തു, പിന്നെ ഇസ്ഹാഖിനെ കൊടുത്തു, ഇസ്ഹാഖിന് മകനായിട്ട് യാക്കൂബിനെ കൊടുത്തു. അത് പാരമ്പര്യമായിട്ട് ഒരുപാട് നല്ല മക്കൾ വന്നു. അബുൽ അംബിയ എന്ന പേരിന് അദ്ദേഹം അർഹനായി മാറി. പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിൽ അദ്ദേഹം ലോകത്തിന്റെ നെറുകയിലേക്ക് കയറിപ്പോയി. ഇബ്രാഹിം ഇവിടെ ദുആ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം റബ്ബേ, വമിൻ ദുർരിയതി, എന്റെ മക്കളെയും എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം. പറയുന്ന പ്രാർത്ഥന നോക്കണം. അള്ളാഹുവിന്റെ ഖലീൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബിയുടെ ദുആയാണ്. എന്നെ പോരാ, എന്റെ മക്കളെ അങ്ങനെ ആക്കണം. വമിൻ ദുർരിയതി, എന്റെ മക്കളെയും അങ്ങനെയാക്കണം. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ എന്റെ ദുആ നീ സ്വീകരിക്കണം, എന്റെ പ്രാർത്ഥന നീ കബൂൽ ചെയ്യണം റബ്ബേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കൾക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഖുർആനിൽ ചില ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. 950 കൊല്ലം പ്രബോധനം ചെയ്തൊരു പ്രവാചകന്റെ പേരുണ്ട് ഖുർആനിൽ. നൂഹ് എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. കപ്പലുണ്ടാക്കിയ പ്രവാചകൻ. ആളുകളെ പരിഹസിച്ചു, ഒരുപാട് കാലം പ്രയാസപ്പെടുത്തി, സങ്കടം കൊണ്ട് പറഞ്ഞു, പഠിച്ചവനെ ഇവരൊക്കെ നശിപ്പിച്ചു കളയണം റബ്ബേ, ഒറ്റെണ്ണത്തിനെ ഈ ഭൂമിയിൽ ബാക്കിയാക്കരുത് റബ്ബേ, അത്ര ഞാൻ വിഷമിച്ചു പോയി റബ്ബേ. പതിറ്റാണ്ടുകളോളം ദഅവത്ത് നടത്തിയിട്ട് കൂടെ ആളല്ലാതെ വന്നപ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വേദന തോന്നിയിട്ട് പറഞ്ഞ ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ. പക്ഷെ ആ പ്രവാചകൻ കപ്പൽ ഇതിൽ കയറി അദ്ദേഹവും വിശ്വാസികളും കപ്പലുണ്ടാക്കാൻ പറഞ്ഞതാണ്. പക്ഷേ സ്വന്തം മകൻ അതിൽ കയറാൻ കൂട്ടാക്കിയില്ല. നേരത്തെ ഈ ബാപ്പയുടെ നിലപാടെന്താണ്? അസ്വസ്ഥമായ മനസ്സുള്ള ബാപ്പ. യാ ബുനയ്യർകം മഅനാ, എന്റെ പൊന്നുമോനെ നീ വന്ന് കപ്പലിൽ കയറുക. ബുനയ്യ സ്നേഹത്തിന്റെ വാക്ക. പൊന്നുമോനെ നീ വന്ന് കപ്പലിൽ കയറണം. മുകളിൽ നിന്നും താഴ്ന്നും വെള്ളം വന്നു. ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ, മാനത്ത് നിന്ന് പൊട്ടിയ വെള്ളവും ഭൂമിയിൽ നിന്ന് പൊട്ടിയ ഉറവയും, അതിഭീകരമായ വെള്ളപ്പൊക്കം. കപ്പലില് വിശ്വാസികളും നൂഹും ഇങ്ങനെ പോവുക. വെള്ളത്തിൽ ആളുകൾ ഇങ്ങനെ മുങ്ങാനും പൊങ്ങാനും തുടങ്ങി. വെള്ളം ഇങ്ങനെ പൊന്തി പൊന്തി വരിക. വാപ്പ പറയാണ്, യാ ബുനയ്യർകം മഅനാ, എന്റെ പൊന്നുമോനെ നീ കപ്പലിൽ വന്ന് കയറണം. മകന് നേരത്തെ ഒരു മറുപടി പറഞ്ഞു, സആവി ഇലാ ജബലിൻ യഅസിമുനി, ഞാൻ മലന്റെ മുകളിൽ കയറും, നിങ്ങളെ കപ്പലിൽ ഞാൻ കയറൂല. സആവി ഇലാ ജബലിൻ യഅസിമുനി, ആ മലയുടെ മുകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. അപ്പൊ വാപ്പ പറഞ്ഞു, നൂഹ് പറഞ്ഞു, ലാ അസിമൽ യൗം, ഇന്ന് ഒരു മലയും നിന്നെ രക്ഷിക്കൂല മോനെ. ഇന്നത്തെ ദിവസം ഒരു രക്ഷയുമില്ല ഈ കപ്പലല്ലാതെ. അതുകൊണ്ട് നീ വന്നിട്ട് എന്റെ കപ്പലിൽ കയറണം എന്റെ പൊന്നുമോനെ. നൂഹ് ബാപ്പയുടെ സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് വികാര തരളിതമായ നേരമാണ്.
അള്ളൊരു പണിയെടുക്കുകയാണ് ആ നേരത്തെ. ഫഹാല ബൈനഹുമൽ മൗജ്, അവർക്കിടയിൽ ഒരു തിരമാല കൊണ്ട് മറയിട്ടുണ. ഇനി വാപ്പി മോനും കൂടി നോക്കി നിന്നാൽ പതറിപ്പോവും ചിലപ്പോൾ നൂഹ്. അതുകൊണ്ട് ഇനി വേണ്ട നോട്ടം. തിരമാല വന്ന് മറയിട്ടു. ഫക്കാന മിനൽ മുഗ്റഖീൻ, അദ്ദേഹം ആ മകൻ മുങ്ങി നശിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. എന്താ ഇത് നൽകുന്ന പാഠം? മക്കളെന്തേലും ഒരു വേണ്ടാത്തരം ചെയ്തു എന്ന് വിചാരിക്കുക, അവർക്കെതിരെ ശാപവാക്കുകൾ പാടില്ല എന്നാ. അള്ളാഹിനോട് അവരുടെ നന്മക്ക് വേണ്ടി ദുആ ചെയ്യാന്ന. അതാ വാപ്പ, അതാണ് വാപ്പയുടെ സ്നേഹം. പ്രിയപ്പെട്ട മകനായ യാക്കൂബ് നബി, ഈ യാക്കൂബ് നബിയുടെ പ്രിയപ്പെട്ട മകനായ യൂസുഫ് നബിയെ സഹോദരന്മാർ അഥവാ യാക്കൂബ് നബിയുടെ മക്കൾ തന്നെ കൊണ്ടുപോയി കിണറ്റിലിട്ടിട്ട് യാക്കൂബ് നബിയെ പ്രയാസപ്പെടുത്തിയിട്ട് അങ്ങേയറ്റത്തെ ദുഃഖവും വിഷമം വന്നൊരു നേരമുണ്ട് യാക്കൂബ് നബിക്ക്. ഒരുപാട് കാലം മകനെ കാണാതെ കരഞ്ഞ നേരമുണ്ട്. സ്നേഹിച്ച മക്കളൊക്കെ വിട്ടുപോയി എന്ന് തോന്നിയ നേരമുണ്ട് അദ്ദേഹത്തിന്. ആ നേരത്തെ അദ്ദേഹം പറയുന്ന വാക്ക് ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? ഫസ്സബ്റുൻ ജമീൽ, എനിക്ക് ക്ഷമയാണ് നല്ലത്. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, അല്ലാഹു എന്നെ സഹായിക്കും, അവനോട് ഞാൻ സഹായം തേടും. നിങ്ങൾ വിശേഷിപ്പിക്കുന്നതിലൊക്കെ അല്ലാഹുവിനോട് ഞാൻ സഹായം തേടും. വല്ലാഹുൽ മുസ്തആൻ, അത് നൽകുന്ന പാഠവും അതാണ്. മക്കൾക്ക് വേണ്ടി നിരന്തരം ദുആ ചെയ്യാന്നാണ്. അവരുടെ നന്മക്ക് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി. ചെറിയൊരു ഇഷ്യൂ വന്നോ അപ്പോഴേക്കും നീ നേരാവൂല, അന്നെ ഞാൻ എന്തൊക്കെ ചെയ്തതാണ്, എനിക്കൊരു വാപ്പിയും പറയാൻ പാടില്ല. ഏത് കാലത്തും ബാപ്പാര് ചെയ്യേണ്ടതാണത്. എന്നെ സ്കൂളിൽ ചേർത്തു, അന്നൊക്കെ ആ ബുക്ക് വാങ്ങി തന്നു, ഇതൊന്നും ഒരു ബാപ്പാന്റെ വായിന്ന് വരാൻ പാടില്ല. അത് പിന്നെ ആരാ ചെയ്യാം? ഖുർആൻ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഫസബ്റുൻ ജമീൽ, യാക്കൂബ് നബി പറയുന്നു അഴകാർന്ന ക്ഷമ. അതുകൊണ്ടാണ് മക്കൾക്കെതിരായിട്ട് ദുആ ചെയ്യരുത്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 ദുആകൾ അല്ലാഹു സ്വീകരിക്കും. ലാ ശക്ക ഫീഹിന്ന, അതിലൊരു തർക്കമല്ല കേട്ടോ, സംശയമില്ല. ഒന്നാമത് പറഞ്ഞു ദഅവത്തുൽ മളലൂം, മർദ്ദിതന്റെ പ്രാർത്ഥന, മർദ്ദിക്കപ്പെട്ടവന്റെ ദുആ. തിരിഞ്ഞു നോക്കിയപ്പോൾ ശത്രു ശക്തനാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. തുറിച്ചൊന്ന് നോക്കാൻ പോലും കഴിയുന്നില്ല, ദയനീയമായിട്ട് നോക്കാൻ പോലും കഴിയുന്നില്ല. അത്ര ഭീകരനും ക്രൂരനുമാണ് ശത്രു. കരയല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ ഉള്ളിൽ നിന്നൊരു വിങ്ങൽ, ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വിങ്ങൽ, അതൊരു ദുആയായിട്ട് അർശിലേക്ക് കയറി പോകുന്നതാണ് ദഅവത്തുൽ മദ്ലൂം. മറ്റൊരു ദുആ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ. അതും വിങ്ങുന്ന ദുആയാണ്, അതും വേദനയുടേതാണ്. അനുഭവിച്ച ആളുകൾക്ക് ഏതറിയൂ? കുടുംബം പിരിഞ്ഞ് ഇറങ്ങുന്ന ഒരു നേരമുണ്ട്, അറിയാതെ കരഞ്ഞു പോകുന്ന നേരങ്ങളുണ്ട്. മക്കളവർത്ത്, സഹധർമ്മിണിയവർത്ത പ്രവാസി അവിടുത്തെ കട്ടിലിൽ കിടന്ന് കരയുന്ന കുറെ അനുഭവങ്ങളുണ്ട്. അത് അനുഭവിച്ചവന് മാത്രം തിരിയുന്നതാണ്. കേൾക്കുന്നവർക്കൊക്കെ അതൊരു വെറും വാക്ക് മാത്രമാണ്. അവിടെയാണ് ഈ വാക്കിന്റെ കനം. ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ. അത് അല്ലാഹുക്കടയിൽ മറയില്ലാതെ പെട്ടെന്ന് സ്വീകരിക്കും. അതിന് തൊട്ടടുത്ത് പറഞ്ഞു വദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് എതിരെ നടത്തുന്ന ദുആ. അലാ വലദി, പിതാവ് അയാളുടെ മകനെതിരെ നടത്തുന്ന ദുആ. മറ്റൊരു റിപ്പോർട്ടിൽ മാതാപിതാക്കൾ എന്ന് തന്നെ കാണാം, വാലിദൈനി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഇത് അങ്ങേയറ്റത്തെ വിങ്ങിയൊരു നേരമാണ്. ഓ, എൻ്റെ മകൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ മകൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഒരിക്കലും അതുണ്ടാകരുത്. അവിടെ സ്നേഹം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമ്മളോട് ദുആ പഠിപ്പിച്ചു. റബ്ബനാ, വിശ്വാസികൾ നടത്തുന്ന ദുആ എന്നാ ഖുർആൻ പറഞ്ഞത്. ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പഠിച്ചോനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണം, സന്തോഷം തരണം റബ്ബേ. ഖുർആൻ നമ്മളോട് ദുആ ചെയ്യാൻ പഠിപ്പിക്കുക. അവരെ കാണുമ്പോൾ ഒരു ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകണം. മക്കളെ കാണുമ്പോഴുള്ള സന്തോഷം, സഹധർമ്മിണിയെ കാണുമ്പോൾ അല്ലെങ്കിൽ സഹധർമ്മനെ കാണുമ്പോൾ.
അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നൊരു വാക്കുണ്ട്, അൽ മർഅത്തു സ്വാലിഹ, നല്ല ഒരു പെണ്ണ്, ഇദാ നദറ ഇലൈഹാ, ഒരു ഭർത്താവ് എന്ന നിലയിൽ നീ അവളെ നോക്കുമ്പോഴേക്ക് സറത്തുഹു, അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. ഒരു നോട്ടം, ആ നോട്ടത്തിൽ തന്നെ സ്നേഹത്തിന്റെ സ്ഫുലിംഗങ്ങൾ മനോഹരമായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നു. ഉള്ളു തണുക്കുന്നു, ദുഃഖം മറക്കുന്നു, വേദന പോയി പോകുന്നു. എത്ര മനോഹരം! അതുകൊണ്ടാ ഖുർആന്റെ ദുആ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. കൺകുളിർമ കിട്ടണം, മക്കളിൽ നിന്നത് കിട്ടണം. അതുകൊണ്ട് അവധിക്കാലം മക്കളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അതിലവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, നന്മയുടെ കൂടെ അവരെ നിർത്തണം. അവർക്ക് വേണ്ടി നിരന്തരം നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അവർ നമ്മുടെ അനന്തരാവകാശികൾ എന്നുള്ളത് മാത്രമല്ല, അടയാളാണെന്ന ഒരു മകനെ പറ്റി അറബ് പഴമൊഴിയിലുണ്ടല്ലോ, പിതാവിന്റെ രഹസ്യമാണ് ഒരു മകൻ എന്നാണ്. മകനെ കണ്ടാൽ മതി വാപ്പാരാന്ന് തിരിയുന്നാണ് എൻ്റെ മഴന. അങ്ങനത്തെ മക്കളുണ്ടാകണം. പ്രവാചകന്മാരൊക്കെ അങ്ങനെ തേടിയത്. അത് നമുക്ക് ഇരു ലോകത്തും വിജയത്തിന്റെ നിദാനമായി മാറണം. അള്ളാഹു അതിനുള്ള അനുഗ്രഹം നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളെ തന്ന് റബ്ബ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. സാനിയൻ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രാജ്യത്ത് ഉരുണ്ടുകൂടിയ അനേകം പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളെ തുറച്ചു നോക്കുന്ന വഖഫ്, അതിലെ ചില പ്രതീക്ഷകളുടെ തിരിയടയാളങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ വരുന്നു എന്നുള്ളത് സമുദായത്തിന്റെ ദുആയും നമ്മുടെ മനസ്സിന്റെ പ്രാർത്ഥനയും അറ്റുപോകാത്ത നമ്മുടെ പ്രതീക്ഷയുടെ കിരണവുമൊക്കെ ആയിട്ട് മാറുന്നു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ ദാനം ചെയ്ത, നമുക്ക് കടക്കാൻ ദാനം ചെയ്ത നമ്മളെ ഖബറിടങ്ങളടക്കം രേഖകൾ തേടി പോകേണ്ട ഒരു പുതിയ നിയമത്തിന്റെ നൂലാമാലകളിൽ കുരുക്കിടാനുള്ള ഒരു ശ്രമം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് പ്രിയപ്പെട്ടവർ ആറടി മണ്ണിലേക്ക് കടന്നുപോയി. ജന്മം നൽകിയ ബാപ്പയും നൊന്ത് പ്രസവിച്ച ഉമ്മയും നമ്മളാക്കാൻ പാടുപെട്ട ഒരുപാട് ആളുകളും അവരൊക്കെ ആറടി മണ്ണിൽ കിടക്കുന്നു. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ അള്ളാഹു അതിന് ഒരു സമാധാനം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രതിസന്ധികളും വിഷമങ്ങളും കണ്ണുനീരുകളും വെടിയൊച്ചകളുമായിട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് പാവങ്ങൾ റബ്ബ് അവർക്ക് സമാധാനം നൽകി അനുഗ്രഹം നൽകുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് സഹോദരന്മാർ, പ്രത്യേകിച്ച് പ്രവാസി സഹോദരന്മാർ, അവരുടെ ജോലികളിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.